Yo, what's up, guys? This is Sniper Boys. Yeah, buddy. This is Brothers Fun 81818. Yes. So, ഇന്ന് നമ്മുടെ സ്നൈപ്പർ അണ്ടർസ്കോർ ബോയ്സിന്റെ കൂടെ ഉള്ളത് നമ്മുടെ എന്താണെന്ന് അറിയാം. ഇതവന്റെ ബ്രദർ. ഇന്ന് നമുക്ക് എന്തോ ഒരു ഗോസ്റ്റ് സ്റ്റോറി ഈ വീടിനെ പറ്റി ഒരു ബന്ധപ്പെടലുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീട്ടിലേക്ക് So guys, അത് ഞാൻ സൂം ചെയ്യാം. ക്രാക്കാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എടാ ലൈറ്റ് വെച്ച് നമുക്കത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. Do you see that, guys? പിന്നെ രാവിലെ ആവുമ്പോൾ അത് പോവും ചെയ്യുന്നു. ഗൈസ് ഒന്ന് സൂക്ഷിച്ച് നോക്കി, അവിടെ റൂമാണല്ലേ, ആ റൂം അവിടെ മുന്നേ ഇല്ലായിരുന്നു എന്നാണ് സത്യം. ഞങ്ങൾ മുന്നേ ഇങ്ങനെ മുന്നേ ഈ നൈറ്റിൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു റൂമേ ഉണ്ടായിരുന്നില്ല. അവിടെ ആകെ ഒരു വാഷ്റൂമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അവിടെ ഒരു റൂം വന്നിരിക്കുന്നു. ദാറ്റ്സ് ദ ബെസ്റ്റ് സീക്രട്ട് ഗൈസ്. പിന്നെ ചില ടൈംസിൽ ഈ ഇവിടുത്തെ ഡോറ് എന്ന് പറയുന്ന സാധനമുണ്ട്. ആ ഡോർ എപ്പോഴും ലോക്ക്ഡ് ആവുന്നില്ല. നമ്മൾക്ക് അറിയില്ല ഇതെങ്ങനെയാണ് വരുന്നതെന്ന്. പക്ഷേ ഇന്ന് തൊട്ട് നമുക്ക് കുറേ ഫീലിങ്സ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നോക്കി ഇത് നോക്ക്, നിങ്ങൾക്കിത് അറിയോ? ലൈക്ക് യുനോ ഞാൻ നമ്മുടെ ചെക്കൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. ഈ വഴി ഇത് കണ്ട, ഈ വണ്ടി കണ്ട. നമ്പർ പ്ലേറ്റ് ഓക്കെ ഗൈസ്, ഈ വണ്ടിയില്ലേ, ഈ വണ്ടിൻ്റെ ഇവിടെ ഒരു ഷാഡോ കടന്നു പോകുന്നത് ഞങ്ങൾ കുറേ ഉണ്ട്. ആ വീട്ടിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ ഷാഡോ ഇങ്ങനെ കടന്നു പോകുന്നു. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ we are not even kidding. There is a literal flipping house. ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ത്യ സ്നൈപ്പർ ബോയ് സൂം ഇൻ ടു ദാറ്റ്. അതെന്താ ഞങ്ങൾക്ക് അറിയത്തില്ല. There's a hole. Okay. Yes, sorry about this. I'm zooming in that. അത് ഇങ്ങോട്ടൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഈ രണ്ട് ട്രീ, ഈ ട്രീന്ന് ഇപ്പോൾ തന്നെ ലീവ്സ് പോകും. അവിടുന്ന് ഹണീബി ഞങ്ങളെ കടിക്കാനും വരും. ആ ട്രീ വളരെ സസ്പീഷ്യസ് ആണ്. പിന്നെ ഇവിടെ ഒരു ഇടവഴിയുണ്ട്. ആ ഇടവഴി കൂടി ഞങ്ങളങ്ങനെ നിരീക്ഷിക്കുന്നത് എന്താ സാധനം, അത് ഒരു ക്യാറ്റ്. അത് എന്താ ഈ മോഡുണ്ട് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ആക്കണം, അപ്പോൾ ആ ക്യാറ്റ് ഓടിപ്പോവും, റിഫ്ലക്സ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ആക്ഷൻ ചെയ്യും. പക്ഷേ ഇന്നലെ ഞങ്ങൾ ഒരു ക്യാറ്റിനെ കണ്ട അവിടെ അത് ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ലുക്കിംഗ് അറ്റ് മീ ആൻഡ് അവർ സ്നൈപ്പർ ബോയ്. ബട്ട് Yes, his brother did not game. He was too scared. എൻ്റെ ബ്രദർ അവിടെ നിൽക്കുകയായിരുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ hear that sound? കണ്ടോ, ഇവിടെ ഓരോ സൗണ്ടുകളും ഞങ്ങളെ ലൈക്ക് ഭയപ്പെടുത്തുന്നതായിരിക്കും. കണ്ടോ, ഇവിടെ നമ്മുടെ കാര്യമാണെന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, നമ്മളിതാ ഇനി ഒരു കാര്യം പറയാണ്ട്. ഇവിടേക്ക് നമ്മൾ അടിക്കുമ്പോഴാ ഇവിടുന്ന് അത്ര റിഫ്ലക്സാക്ഷൻ വരുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ നോക്ക്, അങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ നല്ല റിഫ്ലക്സാക്ഷൻ വരുന്നുണ്ട്. അത്ര നല്ല റിഫ്ലക്സാക്ഷൻ വരുന്നുണ്ട്. പിന്നെ ആ വണ്ടി കണ്ട അവിടെ നല്ല വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, പിന്നെ ഈ മരം എന്തിൻ്റെ മരമാണെന്ന് എനിക്കറിയില്ല. കാരണം ഇതിൽ നിന്ന് എപ്പോഴും ഹണീബീസ് വന്ന് ഞങ്ങളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഉണ്ടാവും ചില ടൈമിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻ ബ്രദർ ഉണ്ടായ ടൈമിൽ ഇവിടെ 2 ഹണീബീസ് ഞങ്ങളെ കടിക്കാവുന്ന ഒരു ബ്ലാക്ക് ആണെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചറസ്. കടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വി ആർ ഫിനിഷ് ഗൈസ്. ചില ടൈമിൽ ഈ ട്രീയിൽ നിന്ന് വളരെ ഒച്ച വരും. അങ്ങോട്ട് കാണിച്ചു, ഈ ട്രീയിൽ നിന്ന് ഒച്ച വരും. ലൈക്ക് ഞങ്ങൾ എന്താ നൈറ്റ്സിലും മോർണിംഗിലും ഞങ്ങൾ ഇവിടെ കളിക്കുന്ന ടൈമിൽ ഈ ട്രീയിൽ നിന്ന് വളരെ ഒച്ച വരും. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗണ്ട്, അത് നമ്മുടെ ചെവി തീരെ ഇഷ്ടപ്പെടാത്ത. വണ്ടി വരുന്നുണ്ട്, അപ്പം മാറിപ്പെടുന്നു. വണ്ടി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതന്നെ ഈ ഹൗസിനെ കുറച്ച് സസ്പീഷ്യസ് ഉള്ളത്. ഇനി ഞങ്ങൾക്കറിയൂല ഇവിടെ ഒരാൾ വന്ന് എന്താ വർക്കേഴ്സ് വന്നിട്ട് പണി ചെയ്തതാണോ ആ റൂം. കാരണം ഞങ്ങൾ ഈ വിൻഡോ കൂടി എന്നും നോക്കുമ്പോൾ ഞങ്ങൾ അവിടെ റൂമും കാണില്ല. ഇന്ന് നോക്കുമ്പോൾ ഞങ്ങൾ റൂം കണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒരു ഒച്ചയും വരില്ല. പണിക്കാർ പോയിട്ട് അവരിങ്ങനെ ഡ്രില്ലും ഇതൊന്നും ചെയ്യണം, ഒരു ഒച്ചയും വരില്ല. പിന്നെ ഇതെങ്ങനെ വരുന്നത്, ഇതാണ് ഡൗട്ട്. അപ്പോൾ ഇതിനാണ് ഇതൊരു ഹൊററാണെന്ന് പറയുന്നത്. ഞങ്ങളുടെ ടൈമിൽ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ്ഡാണ്.
ചില ടൈമിൽ ആ ട്രീ കണ്ടില്ല അവിടെ ഉള്ള ആ ട്രീ ഇങ്ങനെ ആടും ലൈക്ക് ഇറ്റ് വിൽ ബി ദ ഹൊറർ ടൈം ഓഫ് ഇൻ അവർ ലൈഫ്. പിന്നെ ചില ടൈമിൽ ഞങ്ങൾ ഈ ഏരിയക്ക് വരാൻ തന്നെ പേടിക്കും, കാരണം ഇവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് ഇല്ല. ഞങ്ങൾ അവിടെ പോയി നിൽക്കും ഗൈസ്, ഫ്ലാഷ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടുത്തെ ഈ വീടിൻ്റെ ഡോറ് ലൈറ്റ് ഇങ്ങോട്ട് കുറച്ച് വരും, ഞങ്ങൾ അത് വെച്ച് ഇങ്ങനെ നിൽക്കും. ലൈക്ക് ദിസ് ഇസ് സോ സ്കേരി ഗൈസ്. ദാറ്റ്സ് ഓൾ ഗൈസ്. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചെക്കനെ അവന് ഫേസ് റിവീൽ ചെയ്യണമെങ്കിൽ അവൻ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. അപ്പോൾ എല്ലാവരും അങ്ങ് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അവൻ്റെ കണ്ണുകളൊക്കെ എനിക്കിപ്പോൾ കാണാം, പക്ഷേ നമുക്ക് ആ ഫേസ് റിവീൽ ഒരാളുടെ പ്രൈവസി അല്ലേ അത് നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ ക്യാമറ എടുത്തിട്ട് അവൻ്റെ മുഖം ഇങ്ങനെ കാണിക്കാം, പക്ഷേ ഞാൻ ചെയ്യുന്നില്ല. ഗൈസ് ഇപ്പം എന്തോ ഞാൻ ഈ വണ്ടിയിലൊന്ന് തൊട്ട് നോക്കാം, ഇപ്പോൾ എന്തോ എന്നെ ചവിട്ടിയാൽ മാറ്റി. ദാറ്റ്സ് ഓൾ ഗൈസ്. പിന്നെ എൻ്റെ ചാനൽ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യുന്നു. അപ്പോൾ ബൈ.